നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. പരീക്ഷാകാലമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പരീക്ഷയുടെ തിരക്ക് പിടിച്ച ഒരു സമയമാണ്. പലരും പല തരത്തിലുള്ള ടെൻഷനാണ്. പൊതുവെ നമ്മൾ കേട്ട് വരുന്ന ഒരു വിഷയമാണ് പല കാര്യങ്ങളും പഠിച്ചു, പക്ഷെ പഠിച്ചതൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം? അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു പക്ഷേ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, ഒരു കഥ വായിച്ചാലോ ഒരു സിനിമ കണ്ടാലോ തീർച്ചയായും അത് മറക്കുന്നില്ല, പക്ഷെ പഠിച്ച കാര്യങ്ങളിലാണ് മറക്കുന്നു പോകുന്നതെന്ന്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. കാര്യം എന്താണ്? നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുന്നില്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറക്കുന്നു. ടെൻഷനോട് കൂടി സമീപിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. ബ്രെയിനിനകത്ത് ഉപയോഗിക്കാത്ത ഏത് ഓർമ്മകളും ഡിലീറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഇനി ആമുഖമായി തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. പഠിച്ചതൊന്നും ഓർമ്മിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഓർമ്മയുടെ പ്രശ്നമല്ല. പലരും കരുതുന്നത് ഓർമ്മ എനിക്ക് വളരെ കുറവാണ്, ഓർമ്മ തന്നെ പല വ്യത്യസ്തമായ രീതിയിലുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയമില്ല. ഒരുപക്ഷെ ചില ആൾക്കാരിൽ വളരെ പൂർവ്വകാലത്ത് നടന്ന പല കാര്യങ്ങളും ഓർമ്മ വരുമായിരിക്കാം, പക്ഷേ വളരെ റീസെൻ്റായിട്ട് നടന്ന പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഒരുപക്ഷെ പേരുകളും അല്ലെങ്കിൽ ഡേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ മറന്നു പോവുകയായിരിക്കാം. ബാക്കി പല കാര്യങ്ങളും ഓർമ്മയുണ്ടാവുമായിരിക്കാം. ഇതിനകത്തുമൊക്കെ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മുടെ താല്പര്യക്കുറവാണ് അതിനകത്ത് പ്രധാനമായി പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. താല്പര്യത്തോടു കൂടി എന്തും നമ്മൾ ഓർമ്മിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. അതായത് നമ്മുടെ ഒരു ഷോർട്ട് ടേം മെമ്മറിയിലുള്ളത് ലോങ് ടേം മെമ്മറി ആക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വളരെ പ്രധാനമായുള്ള ഒരു വിഷയം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഓർമ്മയുടെ ഒരു പ്രക്രിയ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യത്തെ, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വിഷയത്തെ അതിനെ ഒരു മീനിങ് ന്യൂറൽ പാറ്റേൺ ആക്കിയിട്ട് ഇതാക്കി നമ്മുടെ തലയിൽ എൻകോഡ് ചെയ്യപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ നമ്മളൊരു കാര്യം പഠിക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തു വരുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു എൻകോഡിംഗ് എന്ന് പറയുന്നു, 2 സ്റ്റോറേജ്, 3 റിട്രീവൽ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ് എൻകോഡിംഗ്. ഒരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു മീനിങ് ന്യൂറൽ പാറ്റേൺ ആക്കി മാറ്റി ബ്രെയിനിൽ കോഡ് ചെയ്യപ്പെടുന്നു, സൂക്ഷിക്കുന്നു. നമ്മളത് അതിൻ്റെ ചുരുളഴിച്ച് അതിനകത്ത് ശേഖരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്താണ് അപ്പോൾ ഈ എൻകോഡിങ് ഏതൊക്കെ വിധത്തിലാണ് എന്ന് പറയുമ്പോഴാണ് എൻകോഡിങ് നമുക്ക് ഞാൻ പറഞ്ഞു ഏതൊക്കെ വിധത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എൻകോഡിങ് നടക്കുന്നതിന് പ്രധാനമായി ആവശ്യമായി വരുന്നത് ഒന്ന് അറ്റൻഷനാണ്. ശ്രദ്ധയില്ല എങ്കിൽ പഠിക്കുന്ന ഏത് കാര്യമാണെങ്കിലും പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി അത് വായിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം പ്രാഥമികമായി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടേണ്ട കാര്യങ്ങൾ ബ്രെയിനിനകത്ത് എൻകോഡ് ചെയ്യപ്പെടണമെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായി നമുക്ക് പറയാനുള്ളത് അത് ഈ പറഞ്ഞ അറ്റൻഷനാണ്, ശ്രദ്ധയോടുകൂടി. എന്ന് വെച്ചാൽ ഉദാഹരണം മൾട്ടി ടാസ്കിങ് ആയിട്ട് ഒരേ സമയം തന്നെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ തീർച്ചയായും അത് പഠിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത്, അത് ഏത് വിഷയമാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മേശപ്പുറത്ത് ആ സമയത്തുണ്ടാകൂ. ബാക്കി നമ്മുടെ അറ്റൻഷനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റപ്പെടണമെന്നുള്ളതാണ്. നിങ്ങൾ ഉദാഹരണമായി ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫിസിയോളജി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ശാസ്ത്രത്തിൽ ഫിസിയോളജി അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് പഠിക്കുന്നതുണ്ടെങ്കിൽ ആ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന അതിന് വേണ്ടിയുള്ള ടെക്സ്റ്റോ അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കാനുള്ള മറ്റു പേപ്പറുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കോ എന്തൊക്കെ തന്നെയാണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ കൺമുമ്പിൽ കാണുക. തീർച്ചയായും നമ്മൾ അറ്റൻഷനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഇന്ന് മൊബൈൽ ഫോണിൻ്റെ അമിതമായി ഉപയോഗം. മൊബൈൽ ഫോൺ ഇടയ്ക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഒരു മെസ്സേജ് ഒന്ന് നോക്കിക്കളയാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഇത്രയും നേരം പഠിച്ചതല്ലേ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്കിത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ വളരെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ അറ്റൻഷനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെ മുൻകാല
കാലങ്ങളിലും ഒക്കെ പല ആത്മീയ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. ശ്രദ്ധിക്കുന്നവന് മാത്രമേ ജ്ഞാനം കിട്ടൂ, അറ്റൻഷൻ കിട്ടൂ. അപ്പം ഇത് ശ്രദ്ധയാണ് പ്രശ്നം. ഇവിടെ ക്ലാസ്സിൽ ആണെങ്കിൽ പോലും ലേൺ ടു ലിസൺ എന്നാണ് സ്കിൽ. അത് ലിസൺ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്, അതൊരു സ്കില്ലാണ് തീർച്ചയായും. അപ്പം ഈ പറഞ്ഞ അറ്റൻഷന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ഈ എൻകോഡിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമായി പറയുന്നത് അസോസിയേഷനാണ്. നമ്മൾ പുതുതായി ഒരു കാര്യം പഠിക്കുമ്പോൾ അത് ഏത് സബ്ജക്റ്റോ ടോപ്പിക്കോ ആയിക്കോട്ടെ, അതിന് മുൻപ് പഠിച്ച മറ്റേതെങ്കിലും ഒരു കാര്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ ജീവശാസ്ത്രപരമായി നമ്മൾ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ബ്രെയിനകത്തുള്ള ഒരു സംഭവത്തിന് ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് നമുക്കൊരു നീർക്കുതിര എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് ബ്രെയിനിനകത്തുള്ള മറ്റൊരു ലൈബ്രറിയാണ് എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ ഒന്ന് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ അസോസിയേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് വളരെ വേഗം നമുക്ക് കൂടുതൽ കാര്യങ്ങളെ ബന്ധപ്പെടുത്തി വരുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകളും പുതിയ അറിവും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്കത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. ഇനി നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് പല പ്രായത്തിലുള്ള ആൾക്കാരാണ്, പല പ്രായത്തിലുള്ള ആൾക്കാരുടെ ഇത് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ, ഇപ്പോൾ ഹൃദ്രോഗ സാധ്യത വരുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണ് അതിന് പല പ്രായത്തിലുള്ള ആൾക്കാരുടെ ഇത് തന്നിട്ടുണ്ട്, അവരുടെ കൊളസ്ട്രോൾ ലെവൽ തന്നിട്ടുണ്ട്, അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ഹൃദ്രോഗ സാധ്യത, ഇങ്ങനെ 4 ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ അതിന് വിഷ്വൽ എൻകോഡിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത്ര പ്രായത്തിലുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ആൾക്കാരിൽ ഈ ലെവലിലുള്ള ഇത്ര അധികം കൊളസ്ട്രോൾ ഉള്ളവരിൽ കാറ്റഗറിയിൽ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI കൂടുതലുള്ളവരിൽ ആണ് ഹൃദ്രോഗ സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. നമ്മൾ എന്താണോ കാണുന്നത് അത് ഭാവനാപൂർണമായി നമ്മളത് കണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കിൻ്റെ അക്വസ്റ്റിക് എൻകോഡിങ് എന്നൊരു രീതിയുണ്ട്. അത് നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഉറക്കെ വായിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ കാണുന്നു, അതിനോടൊപ്പം ആ ശബ്ദം നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ താളാത്മകമായ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ മുതിർന്നവരൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഉറക്കെ വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഉറക്കെ വായിക്കണമെന്നുള്ളതല്ല. പലപ്പോഴും ചില കാര്യങ്ങളെങ്കിലും അതിൻ്റെ താളം, അതിൻ്റെ ഈണം ഒക്കെ നമ്മളെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പഠിച്ച അക്വസ്റ്റിക് ഈ എൻകോഡിങ്ങിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നതായി സങ്കല്പിക്കുക എന്നുള്ളതാണ്. ആ സങ്കല്പിക്കുക ഒന്ന് ടീച്ചിങ് അലൗട്ട് വളരെ ഉറക്കെ വായിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ വായിച്ചതിന് ശേഷം ഒരു പ്രത്യേക പാഠ്യപദ്ധതി വായിച്ചതിന് ശേഷം കടത്തി വെച്ചതിന് ശേഷം അതിന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ടീച്ചറായി നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ പോലുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു ഓർമ്മയ്ക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു പുസ്തകം എടുത്ത് നമ്മൾ 3-4 പ്രാവശ്യം വായിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അണ്ടർലൈൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് പഠിച്ചു എന്നുള്ള സ്ഥിതി വരുന്നില്ല. അതിനെ വെറും എക്സ്പോഷർ എന്ന് മാത്രമാണ് പറയുന്നത്. ആ എക്സ്പോഷർ കൊണ്ട് നമുക്ക് പൂർണ്ണമായും നമുക്കത് ഓർമ്മ നിലനിൽക്കണമെന്നില്ല. അപ്പോൾ ഈ പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അക്വസ്റ്റിക് എൻകോഡിങ്. അതുപോലെ ഈ എൻകോഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെമൻറ്റിക് എൻകോഡിങ് എന്ന് പറയുന്നത്. ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്താണ് അതിൻ്റെ പിന്നിൽ, വൈ റീസൺ എന്താണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യം വരുന്ന രീതിക്ക് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കൊച്ചുദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഇതിനെ സ്പെല്ലിംഗ് പഠിക്കാൻ ആപ്പിൾ നമുക്ക് APPLE എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. പക്ഷെ അത് ഓർമ്മ ഫ്രജൈലായി പോകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് അതിനുപരിയായി ആപ്പിളിനെ തന്നെ കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ ചൊല്ലി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അക്വസ്റ്റിക് എൻകോഡിംഗ് ആയി വരുന്നുണ്ട്. ആപ്പിൾ താളാത്മകമായ രീതിക്ക് നമ്മളത് പഠിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പഴമാണ്, അതിൻ്റെ ഗുണമെന്താണ്, അല്ലെങ്കിൽ അതിനെ ഒരു ഇമ്മ്യൂണിസെറ്റ് നമുക്ക് ആപ്പിൾ എ ഡേ കീപ്സ് ദി ഡോക്ടർ അവേ. ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ പോലും കാണേണ്ടതില്ല എന്നുള്ള ഒരു ചൊല്ല്. ഇന്നിപ്പോൾ അങ്ങനെയല്ല കേട്ടോ, എന്നാലും അങ്ങനെ ഒരു ഇത് കൂടെ
നമുക്ക് ഓർമ്മിച്ച് വെച്ച് പഠിക്കാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെമന്റിക് എൻകോഡ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഞാൻ വളരെ സങ്കീർണമായി ഇതിനകത്ത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു എൻകോഡിംഗ് ആണ്, പിന്നെ സ്റ്റോറേജ്, മെമ്മറികളെല്ലാം സ്റ്റോറേജ് ചെയ്യുന്നു. അതുപോലെ ആക്റ്റീവ് റിട്രീവൽ എന്നാണ്, ആക്റ്റീവ് റീകോൾ. എന്ത് പഠിക്കുന്നു അല്ലെങ്കിൽ എത്ര പഠിക്കുന്നു എന്നല്ല, പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് ഓർമ്മിച്ചെടുക്കാൻ 10-20 പ്രാവശ്യം ഫ്രജൈലായിട്ട് റീഡിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓഫ് നോ യൂസ് എന്നാണ്. വെറുതെ നമ്മൾ വായിക്കുന്നതുണ്ടല്ലോ, 10 പ്രാവശ്യം വായിക്കുന്നതിന് പകരം ഒരു വിഷയം ചിലപ്പോൾ 2 പ്രാവശ്യം വായിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പുസ്തകം മടക്കി വെച്ചതിന് ശേഷം അത് ഒരു തവണ നിങ്ങൾക്കൊരു ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, റീകോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് മറക്കൂല എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് ഓർമ്മിച്ച് റീകോൾ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നാളെ വീണ്ടും റീകോൾ ചെയ്യുക, ഓർമ്മിച്ചെടുക്കുക, കളയാൻ പാടില്ല. വീണ്ടും 7ാമത്തെ ദിവസം പഠിച്ച കാര്യം വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ഓർമ്മിച്ച് റീകോൾ ചെയ്യുക. സംശയം ഓർമ്മ വരുന്നില്ല എങ്കിൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യുക. 30ാമത്തെ ദിവസം നിങ്ങൾ ഒന്നുകൂടി പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ആക്റ്റീവ് മെമ്മറിയിൽ അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിൽ നിങ്ങളുടെ ഓർമ്മ ചെന്നെത്തുമെന്നുള്ളതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. അപ്പം ഈ റിട്രീവിങ് അല്ലെങ്കിൽ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത് വളരെ എൻകോഡിങ്ങിനോടൊപ്പം നമ്മൾ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ റീകോൾ ചെയ്യണമെങ്കിൽ അത് എൻകോഡ് ചെയ്യപ്പെടണം. എൻകോഡ് ചെയ്യപ്പെടണമെങ്കിൽ ഏതൊക്കെ തരത്തിലെന്നുള്ള രീതിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വിഷ്വലൈസേഷനും അസോസിയേഷനും ഒക്കെയാണ് അതിനകത്ത് പ്രധാനം. വിഷ്വലൈസേഷന് അതിനൊക്കെ ശ്രദ്ധ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെ നമ്മുടെ ഈ ഓർമ്മകൾ കൂടുതലായി നിലനിർത്താം, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ് എന്ന് വെച്ചാൽ അതിന് സാധാരണമായി ശാസ്ത്രം പറയുന്നത് ഒന്ന് ലോക്കി മെത്തേഡ് എന്നാണ്. ലോക്കി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണമായി നിങ്ങൾ നിങ്ങളുടെ പരിചിതമായ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഈ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായി നിങ്ങൾക്കൊരു പക്ഷേ ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങളുടെ പരിചിതമായ വീടിൻ്റെ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോൾ കുറച്ച് സ്റ്റോറിൽ നിന്ന് വാങ്ങേണ്ട സാധനമാണ്. ഉമ്മറത്ത് ഇരിക്കുന്നത് ഒരു സാധനം വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഹാളിൽ ഒരു സാധനം വച്ചിരിക്കുന്നു. ഉമ്മറത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് പാലിരിക്കുന്നു. അത് കഴിഞ്ഞ് ഹാളിലോട്ട് വന്ന് നോക്കിയപ്പോൾ പഞ്ചസാര ഇരിക്കുന്നു. ഇപ്പോൾ പാല് വാങ്ങണം, പഞ്ചസാര വേണം. ഇതിങ്ങനെ ഒരു കോഡിങ്ങാണ്. ചുരുക്കത്തിൽ നമ്മൾ ഒരു ശാസ്ത്രീയമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർട്ടിൻ്റെ സർക്കുലേഷനെ കുറിച്ച് വേണമെങ്കിൽ ജനറലായിട്ട് നമുക്ക് വേഗം ഒന്ന് പറയാമെങ്കിൽ നമുക്കറിയാം, ഹൃദയം ശരിക്കും രക്തശുദ്ധീകരണം എന്നുള്ള പ്രക്രിയയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സിനകത്ത് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നിങ്ങനെ 4 അറകളുണ്ട്. ഇതിനെ നമ്മൾ 2 റൂമുകളായി നമ്മൾ ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ശരീരമാകുന്ന ഉള്ള ഒരു ഏരിയയിലുള്ള അഴുക്ക് വെള്ളം, അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡുകൾ, ഈ അഴുക്ക് വെള്ളം എല്ലാം കൂടി നേരെ വീനാക്കാവ എന്ന് പറയുന്ന വെസൽ വഴി നമ്മുടെ ശരീരത്തിൽ വലത്തെ മുറിയിൽ, മോൾ വശത്തുള്ള വലത്തെ മുറിയിലെത്തുന്നു. ആ അഴുക്ക് വെള്ളം അവിടെ നിന്ന് തന്നെ നേരെ ഒരു മുറി വഴി തുറന്ന്, അതായത് നമുക്ക് അവിടെ വേണമെങ്കിൽ അതിൻ്റെ ആ വാൽവിനെ നമുക്ക് അവിടെ മുറിയാക്കി നമുക്ക് സങ്കല്പിക്കാം. ആ പൈപ്പ് വീനാക്കാവയിലൂടെ വലതുവശത്ത് വരുന്നു. ഈ അഴുക്ക് വെള്ളം ആദ്യമായി എത്തുന്നത് ഹൃദയത്തിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ മുകളിലത്തെ മുറിയാണ് എന്നുള്ള സങ്കല്പം നമ്മൾ വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ആ വാൽവിൻ്റെ ട്രൈകാസ്പിഡ് വാൽവാണ്, അതുവഴി നമുക്ക് നേരെ താഴത്തെ മുറിയിലോട്ട് വരുന്നു. താഴത്തെ മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് റൈറ്റ് വെൻട്രിക്കിൾ എത്തിക്കഴിഞ്ഞാൽ അടുത്ത് അത് ഒരു പൾമനറി ആർട്ടറി വേറൊരു ധമനി വഴി വീണ്ടും ആ അഴുക്ക് വെള്ളത്തെ മറ്റൊരു സ്റ്റോർ ഹൗസിലേക്ക് നമ്മൾ എവിടെ നേരെ ലങ്സിൽ കൊണ്ടുപോകുന്നു. ലങ്സിൽ കൊണ്ടുപോയി പ്യൂരിഫൈ ചെയ്തതിന് ശേഷം അതിനെ ശുദ്ധമായ ജലം ആ വീട്ടിൻ്റെ മുകളിലത്തെ ഇടതുവശത്തെ മുറിയിൽ വരുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിന് വരുമ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിലുള്ള വാൽവ് വഴി നേരെ താഴത്തെ നിലയിലുള്ള ഏറ്റവും താഴത്തെ മുറിയിൽ വരുന്നു. അവിടെ നിന്ന് നമുക്ക് ആ ഗ്രാമത്തുള്ള പ്രദേശത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെള്ളം എത്തിക്കുന്നു. ഇത് ഒരു തരത്തിലുള്ള വിഷ്വലൈസേഷൻ മെത്തേഡാണ്. ഒരു സിനിമ പോലെ ഇത്തരം കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സിനിമ പോലെ വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളത് മറക്കൂല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ലോക്കി മെത്തേഡ് ആണ് ഒരു മെത്തേഡ് ആദ്യം പറഞ്ഞത്.
സർവ്വസാധാരണമായി നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് ന്യൂമോണിക്സ്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പഠിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ ഒരു ഇതുണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉദാഹരണമായി നമുക്ക് ബിബ്ജിയോർ എന്ന് പറയുമ്പോൾ തന്നെ മഴവില്ലിൻ്റെ നിറങ്ങൾ ബിബ്ജിയോർ, അതിൻ്റെ വയലറ്റ് ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓരോ കളറിൻ്റെ ആദ്യ അക്ഷരം വെച്ചിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് ബിബ്ജിയോർ. ഇങ്ങനെ പല തരത്തിലുള്ള ഉദാഹരണമായി നമുക്കിപ്പോൾ രാഹുകാലം കാൽക്കുലേറ്റ് ചെയ്യണം. രാഹുകാലം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് മദർ സാ ഫാദർ വെയറിങ് ദ ഗോൾഡൻ ടർബൻ എന്നുള്ളത്. അപ്പോൾ സൂര്യ ഉദയം നമുക്ക് ഒരു 6 മണി ആണ് വെച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ ആണ് ഏകദേശം ഈ രാഹുകാലത്തിൻ്റെ ഒരു ഇതാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് സൂര്യോദയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മദർ മൺഡേ നമുക്കത് 7 to 9. അപ്പോൾ നമുക്ക് അടുത്തറിയാം, അടുത്ത് മദർ സ എന്നുള്ള അക്ഷരമാണ് സാറ്റർഡേ ആണ്. അവിടെ നമുക്ക് 7 to 9. അടുത്ത് ഫാദർ എഫ് വരുന്നു, അത് വീണ്ടും ഫ്രൈഡേ 10 to 12. ബിയറിങ് വെനസ്ഡേ ആണ്, വെനസ്ഡേ വീണ്ടും ഇതേ രീതിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 തൊട്ട് 1. അത് കഴിഞ്ഞതിന് ശേഷം ഫാദർ ബിയറിങ് ദ തേഴ്സ്ഡേ ആണ് 1.5 to 3 എന്നുള്ളതാണ്. വെയറിങ് ദ അടുത്ത് ഗോൾഡൻ ട്യൂസ്ഡേ എന്നാണ് പറയുന്നത്, അടുത്ത ട്യൂസ്ഡേ ആണ് 3 തൊട്ട് 4. ടർബനും സൺഡേ 4 to 6. അപ്പോൾ ഈ രീതിക്കുള്ള ഇതൊക്കെ വളരെ ഇതായി നമുക്ക് പലപ്പോഴും ഉണ്ടാക്കി വച്ചിട്ടുള്ളതാണ്. ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ന്യൂമോണിക്സ് ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. വിഷ്വലൈസേഷൻ ടെക്നിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കിനകത്ത് ഒരു എമോഷണൽ കണക്ഷൻ ഉണ്ടായാൽ, ദൃശ്യവൽക്കരണം അതിനൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ചുരുക്കത്തിൽ രാജാവ് കൊല്ലപ്പെട്ടു പോയപ്പോൾ ആ രാജ്യത്തിൻ്റെ സ്ഥിരത അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ വൈകാരികമായ തലത്തിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അത് കൂടുതലായി ഓർമ്മിക്കുമെന്നുള്ളതാണ്. ഇനിയും മറ്റൊരു മെത്തേഡാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ വലിയൊരു നമ്പർ ഓർമ്മിക്കണമെങ്കിൽ ആ നമ്പറിനെ തന്നെ നമുക്ക് 3 ഫ്രാഗ്മെൻ്റായി ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓർമ്മിക്കാമെന്നുള്ളതാണ്. ഇത് ഒരു സാധാരണ നമ്പറാണെങ്കിലോ ബാക്കി ഏത് നമ്പറാണെങ്കിലോ ഇങ്ങനെ ഏത് നമ്പറിനെ നമ്മളതിനെ ചെറിയ പോർഷനായി നമ്മൾ മാറ്റി നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഈ വിഷ്വലൈസേഷൻ മെത്തേഡും ഈ പറയുന്ന ചെക്കിങ് മെത്തേഡും ഈ പറയുന്ന ലോക്കിങ് മെത്തേഡും ഇതൊക്കെ നമുക്ക് വളരെ ആധികാരികമായി നമ്മളെ ഓർമ്മ നിലനിർത്താനുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കിതിനോടുള്ള താല്പര്യവും ശ്രദ്ധയും വേണം. ശ്രദ്ധയോടുകൂടി നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇത് നല്ലവണ്ണം പഠിക്കും. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർമ്മ നിലനിർത്തുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ, ധാരാളം പച്ചക്കറികൾ, മത്സ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒമേഗ 3 ഉള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും ഒരു പ്രധാനമായ കാര്യം പറയാനുള്ളത് പലപ്പോഴും ഉറക്കം മുഷിഞ്ഞ് പലരും പഠിക്കാറുണ്ട്. അവിടെ നമ്മൾ പ്രധാനമായും ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണമെന്നുള്ളതാണ്. ഉറക്കം കിട്ടുമ്പോൾ മാത്രമേ ഈ പല മെമ്മറികളും യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുള്ളൂ. അത് മാത്രമല്ല, ഉറക്കത്തിലാണ് നമുക്കറിയാം ഒരു റിപ്പയറിങ് മെക്കാനിസം നടക്കുന്നത്. ഇത് ചുരുക്കത്തിൽ ഓർമ്മയുടെ ഈ പ്രക്രിയയെക്കുറിച്ച് വളരെ ഇതായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. എങ്കിൽ പോലും കൂട്ടുകാർക്ക് എളുപ്പം മനസ്സിലാക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എൻകോഡിംഗ് ആണ് പ്രധാനം. ആ എൻകോഡിങ്ങിനും അതുപോലെ പ്രധാനമായിട്ടുള്ളതാണ് ആക്റ്റീവ് റീകാൾ, ഓർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.